ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹീറോൻ്റെ മാസ്റ്ററാണ് വണ്ടി, പഴയ മോഡൽ. അതിൻ്റെ ബ്രേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇങ്ങനെ ചതഞ്ഞ രീതിയിൽ പോവും, ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കണ്ടീഷൻ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹബ്ബിൻ്റെ പ്രശ്നമാണ്. ഹബ്ബ് നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയേക്കാം. ഇത്രയും സ്റ്റെപ്പ് പോലെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഹബ്ബ് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ പുതിയ ഹബ്ബ് ഇടുമ്പോൾ പുതിയ ലൈനർ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ലൈനർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ലൈനർ പാക്ക് ചെയ്തിട്ട് വണ്ടിക്കകത്ത് തന്നെ വെച്ചേക്കാമേ. നമുക്കിത് ഫ്രണ്ട് ടയറിലേക്ക് ഇട്ടുമ്പോൾ നമുക്ക് അത്ര പ്രോബ്ലം വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അലൈൻമെൻറ്റ് മാറിയാണ് ഇപ്പോൾ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ടയർ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ മാറുമ്പോൾ നമുക്ക് ഈ ലൈനർ നമുക്ക് എടുത്തിടാം കേട്ടോ. അത് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ലൈനർ. അപ്പോൾ ഇപ്പം നമുക്ക് പുതിയ ഹബ്ബ് ഇടുമ്പോൾ നമുക്ക് പുതിയ ലൈനർ തന്നെ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ പുതിയ ലൈനറാണ് വണ്ടിമ്പോൾ ഇപ്പോൾ ഫിറ്റ് ചെയ്തത്. ആ ബ്രേക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹബ്ബ് നമ്മൾ മാറ്റി ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഹബ്ബാണ്. ഇത് നമുക്ക് അതിൻ്റെ പഴയ മാറ്റിയ ഹബ്ബ്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളും അതേപോലെ ലിവറും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ലൈനർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈനറാണ്. ഞാനത് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ തന്നെ വെച്ചേക്കാം, വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. അത് നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്ത് തീർക്കാം. എന്തെങ്കിലും നമുക്ക് നമ്മളെന്തെങ്കിലും പൈസ മുടക്കി മേടിച്ചാണല്ലോ. അപ്പോൾ അത് വെറുതെ കളയണ്ട. ഫ്രണ്ടിലേക്ക് നമുക്കത് തീർന്നു കഴിയുമ്പോൾ ആ ലൈനർ ഫ്രണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ബില്ലായി കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ.